ഹായ്, അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം മണി 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ മോളെയും കൊണ്ട് പരീക്ഷയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി. 5 മണിയായിരുന്നു പരീക്ഷ. അപ്പം 9 മണിയൊക്കെയോളമായി. ട്രാഫിക് ബ്ലോക്ക് കാരണം ഒരുപാട് താമസിച്ചു. പിന്നെ വന്നെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന്. ക്ഷീണം കാരണം രാവിലെ 7:30 ആയി എണ്ണീറ്റിട്ട്. അപ്പോൾ ഇങ്ങനെ എണ്ണീറ്റപ്പോൾ ഒരു തലവേദന. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇനി ഓരോന്ന് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര മഴ, ഒരു തുള്ളി വെയിൽ പോലും. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. അത് കാരണം വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പുറത്തൊന്നും ഇറങ്ങി എന്തെങ്കിലും ചെയ്യാനും എടുക്കാനും ഒന്നും പറ്റുന്നില്ല. മൊത്തം തറയോട് മൊത്തം മാവിൻ്റെ ഇലയെല്ലാം വീണങ്ങ് കരിയില പൊഴിഞ്ഞ് കിടക്കുക. അപ്പം രാവിലെ അപ്പം കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ മടിച്ചിരിക്കുക. അപ്പം ഞാൻ നേരത്തെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം കുറച്ചൊക്കെ ഒരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ വ്യൂ അങ്ങ് കുറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനൊരു വിഷമമായി. പിന്നെ ഞാൻ പതുക്കെ കുറച്ച് നാളുകൊണ്ട് വീഡിയോസൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം പിന്നെയും ചെറുതായിട്ടൊക്കെ ചെയ്ത് തുടങ്ങുക. അപ്പം എൻ്റെ വീഡിയോസ് കണ്ട് താല്പര്യമോ ഇഷ്ടമോ ഉള്ളവർ തീർച്ചയായിട്ടും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. അപ്പം അടുക്കളയിലേക്ക് പോയി. അപ്പോൾ മുട്ടക്കറി അല്ല, കടലക്കറി ഉണ്ടാക്കാനുള്ള ഒരു ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കടലക്കറി അപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പാത്തൂനും ബിസ്കിറ്റും ചോറുണ്ണാൻ വന്ന് നിൽക്കുക. അപ്പത്തെ വീട്ടിൽ നെല്ലിപ്പുളിയെ കയറി ഇന്ന് കളിക്കുന്നു. എൻ്റെ കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയങ്ങ്. അങ്ങനെ നിൽക്കുക. പാത്തുമ്മ എൻ്റെ കുഞ്ഞ് വീഡിയോ എടുക്കുക. വീഡിയോ എടുക്കും എൻ്റെ കുഞ്ഞിൻ്റെ. എന്താ പാത്തു ഉണ്ടോ? പാത്തൂനും ബിസ്കിറ്റും വയറിലാവണം. എന്തിനാ വിലക്ക് വന്നൂടാ? കെറിയിട്ട് കിടക്കുക. കുഞ്ഞ് കെറിയിട്ട് പോയി. ടോമേ ഓടിയാ എൻ്റെ ടോമ് വന്നേ. ചോറുണ്ണാൻ വന്നതാ. എന്റെ പിറ്റിയെ കുഞ്ഞുങ്ങളെ ഇന്ന് കാണിക്കാം. മുറിക്കുള്ളില് ചോറുണ്ണാൻ വന്ന് നിൽക്കുക, കാവല് നിൽക്കുക. ചോറുണ്ണ ആരെ ബാക്കി എല്ലാവരും എടുത്തു. ഹായ് ഗായ്സ്, പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാം. ഓരോരുത്തർ ഒരാൾക്ക് താഴോട്ട് പോയി വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് അടുത്ത ആൾക്ക് എന്നാ 3 പേർക്കും ഉണ്ട്, 3 അടുത്തുണ്ട്. അവരെന്നാത്ത തന്നെ തിന്നു. സാധാരണ അവരിങ്ങനെ ഒരെണ്ണത്തിനകത്ത് കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ 3 എണ്ണത്തിനകത്ത് കൊടുത്തത്. നീ ഇതൊന്ന് കഴിച്ചു. സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല കേട്ടോ, ഇത് 3ഉം ഒരേ ഫുഡ് തന്നെയാണ്. പക്ഷേ ഇവരങ്ങനെ കഴിക്കാറില്ല. മിക്കപ്പോഴും ഒന്നിച്ച് കഴിക്കുന്ന കണ്ടിട്ടില്ല.
ഇതിനകത്ത് ഏറ്റവും നീറ്റായിട്ട് കഴിക്കുന്നത് അങ്ങനെ ഇവിള വിസ്കി. നല്ല പങ്കിയായിട്ട് വിസ്കിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പീസ് കണ്ടാൽ മതി. തൊണ്ടയ്ക്ക് ഏറ്റല്ലേ. ഇത് ഏത് മീനിൻ്റെ വേസ്റ്റായിരുന്നു? അമ്മൂറല്ലേ? ഇത് അമ്മൂറിൻ്റെ വേസ്റ്റാണ്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മാത്രം വേവിച്ചിട്ട് അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഈ രാമും കഴിച്ചിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ അല്ലേ അല്ലേടാ? നമ്മൾ പച്ചമീൻ അങ്ങനെ ഇപ്പം അധികം പണ്ട് നേരത്തെ കൊടുക്കാം. പക്ഷെ പച്ചമീൻ നമ്മൾ കൊടുത്തുവിടാം. പൂച്ചയ്ക്ക് അവർക്ക് വയറ്റിലൊരു ഇൻഫെക്ഷൻ വരും. മീൻസ് അത് പൂച്ചയ്ക്ക് പൊതുവെ വരുന്നൊരു അസുഖം. നമ്മളപ്പോൾ ഈ പച്ചമീൻ പോലുള്ള ഐറ്റംസ്, പച്ചമീൻ, പച്ചയിറച്ചി ഒന്നും വേവിക്കാണ്ട് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് വയറ്റിന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടിപ്പം ഞങ്ങളങ്ങനെ അവർക്ക് പച്ചമീനൊന്നും കൊടുക്കത്തില്ല. ഞങ്ങൾ വേവിച്ച് നല്ല രീതിയിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിനകത്തിട്ട് വേവിച്ചേ കൊടുക്കത്തുള്ളൂ. ഇവിടെ തൊട്ട അയിലത്തെ പേപ്പർ നോക്കാം. അതാ ഇത് തന്നെ, സെയിം തന്നെ. അത് ഇത് കഴി അവ മാറി. ഇതാ ഞാനിവിടെ സിംഗിളായിട്ട് ആർക്കും എല്ലാവർക്കും കൊടുക്കുന്നു. അടാ ഇത് ഇങ്ങോട്ട് അവൻ കഴിച്ചോട്ടെ, ചേട്ടൻ കഴിയില്ല. കേട്ടാ ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കഴിക്കത്തില്ല. ഭയങ്കര വല്ലാത്ത സ്വഭാവക്കാരെ അവർ. എൻ്റെ കുഞ്ഞിസ്കി എങ്ങനെ എപ്പോഴും ഇവിടെ നീ അറ്റത്തുനിന്ന് കഴിച്ച് നിൽക്കും. ഇവിടെ കടലക്കറിക്കകത്തോണ്ട് അമ്മ മസാലയൊക്കെ ഇട്ട് കടലയൊക്കെ ഇട്ട് നമ്മുടെ കിറ്റിക്കുള്ളത് വിളമ്പുന്നു. കിറ്റിക്ക് മാറ്റി അതിപ്പോൾ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞുകൊണ്ട് ചോരെന്തെങ്കിലുമൊക്കെ കഴിക്കും. അതിൽ കൊടുത്ത് നോക്കാം. അകത്തേക്ക് കയറാം. അവളോട് നിൽപ്പുണ്ട്. ഇതെല്ലാം ഊരിക്കളഞ്ഞ് കഴുത്തേന്ന് എങ്ങനെ ഊരുന്നത്? അടച്ചടച്ച് ചോറ് വെച്ചോ. ഇതെല്ലാം ഊരിക്കളഞ്ഞ് എങ്ങനെ ഊരിയത്? ഉണ്ടോ ഈ കോളറൊക്കെ ഊരിക്കളഞ്ഞ് ആശാത്തി പാത്രമൊക്കെ ഇട്ടേക്കുന്നതാണ്. ഇതവളുടെ ഈ മലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ ഇട്ട് വെച്ചേക്കാണ്. ഞാൻ പിന്നെ എടുത്ത് കളയും. ബാത്റൂമിൽ പോയിട്ടുണ്ട്. ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നു. നിങ്ങളുടെ ന്യൂ ബേബീസ് ഇവരെ കാണിച്ച് അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് കേട്ടോ കിറ്റിക്ക് അസുഖത്തിൻ്റെ ലക്ഷണം കണ്ടത്. ഇത് ഡെലിവറി സമയത്തൊക്കെ ശേഷം ഇട്ടതായി ബോക്സിൽ. തുണി ഞാൻ ഇട്ട് കൊടുക്കും മിക്കപ്പോഴും ചേഞ്ച് ചെയ്യാനായിട്ട്. പക്ഷെ അവരാ നീക്കി കളയും. തന്നിട്ട് ഇത് കുറച്ചൊക്കെ മരുന്നാണ് കേട്ടോ. മരുന്നൊക്കെ പറ്റും. മരുന്ന് തേച്ച് കൊടുക്കുന്നവളൂടെ ഒന്ന് എല്ലായിടത്തും കളയും. ഇങ്ങോട്ട് വന്ന് ചരിഞ്ഞ് കിടക്കുമ്പോൾ. പിന്നെ മിക്കത് ഈ നിൽക്കുന്ന കുട്ടി രാക്ഷസികളില്ലേ, രാക്ഷസം വരെ അറിയത്തില്ല. അവർ ഇങ്ങനെ മരുന്ന് എല്ലായിടത്തും തേച്ച് കളയും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടന്ന് ഉറങ്ങുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. ഞങ്ങളമ്മ ഭയങ്കര ഫൈറ്റ് കേട്ടോ. ഞാൻ മരുന്ന് കെട്ടാൻ വരുമ്പോൾ ഇവർ പാല് കുടിക്കാൻ വരും. ആ മരുന്നിൻ്റെ അവിടെ മൊത്തം തേച്ച് കളയും. അപ്പം ഞങ്ങളമ്മ ഭയങ്കര ഫൈറ്റ്. ഉറക്കി നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം കാണാനില്ല. എവിടെയായിരുന്നു? ഇവിടെ തന്നെ. ചേച്ചി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ട നല്ല കുഴിഞ്ഞിട്ട്. അവൾ ഈ ഡെലിവറി സമയത്ത് നമ്മുടെ ഇവിടെ ഒന്നും വന്ന് നിൽക്കത്തില്ല. അവളെപ്പോഴും വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിരുന്നു. അപ്പം ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഒരു ദിവസം ഞങ്ങൾ കുഞ്ഞിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഒരു ദിവസം പോയി നോക്കിയപ്പോൾ ഉണ്ട് ഇങ്ങനെ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ബ്രസ്റ്റ് പോലെ അറ്റുപോയതാണ്. പിന്നെ അങ്ങനെ ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ വരുന്നു. ഇത് ഇത്രയും നല്ലതെന്ന് ഗൈസ്. ഒരു ഹോള് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാനായിരിക്കണം. മിക്ക പൂച്ചകൾ കാണുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അത് അവർക്ക് പഴുത്തിട്ട് ഇത്രയും ഏരിയയിലൊക്കെ തൊലി പോകുന്ന കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ അന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ട് ഇത്രയല്ല നന്നായിട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു. ഒരാഴ്ച മേലായി അവൾ
ഇതിനകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ വിടുവാ. ഇന്നിപ്പോൾ ഞങ്ങൾ വൈകിട്ടും കൂടെ ഒരു മരുന്നൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് ഇതിയുടെ മെഡിസിനൊക്കെ അതിനകത്ത് വെച്ചിട്ട് ഇത് അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുള്ള ബോക്സാണ്. ഇതൊരു തരം സ്പ്രേ ആണ്. അവിടെ കേൾക്കുന്നുണ്ടോ? ഞാൻ അതിനകത്തൊന്നുമില്ല എൻ്റെ മരുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഓയിൽമെൻറ്റ് മെട്രോജിൽ എന്നുണ്ട്. ഇത് മുറിവ് കരിയിക്കാനുള്ളതാണ്. ഞങ്ങൾ വെറ്റിനറി ഡോക്ടറിനെ കാണിച്ചിട്ടാണ്, ഇവിടെ ബെറ്റ്സ് ആൻഡ് പെറ്റ്സ് കരുനാപ്പിളി അവിടെ കാണിച്ചിട്ടാണ്. അപ്പോൾ അവർ തന്ന ഒരു ഓയിൽമെൻറ്റ് ഇതാണ്. ഇത് മുറിവ് കരിയാനുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഹോൾസ് എന്തോ അബ്സെസ് അങ്ങനെ എന്തോ ആണ് ഈ ഹോളിന് പറയുന്നത്. അപ്പം അത് പൂച്ചയിൽ കടിച്ചിട്ടും ഉണ്ടാവും, അതിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അത് സ്കിന്ന് ബ്രേക്കായിട്ട് അവിടെ ഹോളായിട്ട് വരും. അപ്പോൾ ഇവരുടെ പൂച്ചയുണ്ട് നമുക്ക് ഓൾറെഡി അറിയില്ല. അവരൊരു മുറിവുണ്ടെങ്കിൽ അതിനെ നക്കി അത് ഭയങ്കരമാക്കി മാറ്റും. അപ്പോൾ ഇതാണ് ഓയിൽമെൻറ്റ്. ഇത് മുറിവിൽ തേക്കാനുള്ള, മുറിവ് കരിയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ മുറിവ് ഇതൊക്കെ പുരട്ടി കഴിയുമ്പോഴത്തേക്ക് നല്ല ഈച്ചേൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും, നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനവർ തന്നിട്ടുള്ളൊരു സ്പ്രേ ആണിത്. ഇത് ഗാമ BHC എന്ന് പറഞ്ഞൊരു സ്പ്രേ നല്ലതാണ് കേട്ടോ. ഇത് മിക്ക ആനിമൽസിനും ഉള്ളത്. നമ്മുടെ ഡോഗിനും ഇതുപോലൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സ്പ്രേ അടിക്കുകയാണ്. ഇത് ഈച്ച എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെയൊക്കെ ശല്യങ്ങളുണ്ടെങ്കിൽ അതുണ്ടാവത്തില്ല. ഇതിൻ്റെ മണം അവർക്ക് പറ്റില്ല. അപ്പോൾ ഇതിനൊരു ആ മുറിവിൽ തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഇതിനോടൊപ്പം ഒരു ചെറിയൊരു ഇതുപോലത്തെ ഒരു കുഞ്ഞു സാധനമുണ്ട്. നമ്മളിതിനകത്തോട്ട് ഹിറ്റിൻ്റെയൊക്കെ നമ്മൾ കണ്ടില്ല, അതുപോലെ ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അവരുടെ മുറിവിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഇവർക്ക് എങ്ങനെ ഇത് ചെയ്ത് കൊടുത്തേന്ന്. അപ്പോൾ നമുക്കിത് കിറ്റിയിൽ പാറ്റി കൊടുക്കാം. കിറ്റിക്ക് പുറത്തിറങ്ങാനല്ല മതി. കിറ്റ് ഇങ്ങനെ ഇരുത്തിയിട്ട് നമുക്ക് ഇഷ്ടമൊന്നുമല്ല ഈ കോളർ കിട്ടും. ഈ കോളറൊക്കെ ഊരി കളഞ്ഞാണ് പിന്നെ പാകം ചെയ്യുന്നത്. ഈ കോളർ ഇട്ട് കൊടുക്കുക. ഇതവിടെ ഊരി കളയാൻ അത് പാടില്ല. കുറച്ച് നേരത്തേക്ക് മരുന്ന് എന്നിട്ടില്ല ഇങ്ങനെ കിടത്തും. മുറിവിപ്പോൾ ഏകദേശം ഈ ഒരു പാറ്റേണിലായി കേട്ടോ. ഇത് നല്ലതായിട്ട് കുഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇരുന്നതായിരുന്നു ഈ മുറിവ് വന്നിട്ട്. ഇതാണ്ട് കേട്ടോ മുറിവിപ്പോൾ ഇത്രയായി. ഇരി മരുന്ന് വരട്ടണം. നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇപ്പോൾ പുറത്തോട്ട് പോകണം. ആദ്യമൊക്കെ നല്ല അനുസരണയായിരുന്നു, ഒട്ടും ഇഷ്ടമല്ല. പിടി മുറിവ് മരുന്ന് വെട്ടിട്ട് നമുക്കിന്ന് വൈകിട്ട് ഇറങ്ങാം. വേണ്ട ഇങ്ങനെയൊക്കെ സമാധാനമൊക്കെ പെടുത്തിയിട്ടാണ്. നിങ്ങൾക്കും ഇതുപോലെ പൂച്ചയ്ക്ക് ഇതുപോലെ ഈ 2 മരുന്നും മേടിച്ച് പരട്ടിയാൽ മതി. അല്ല പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല ഇതിന്. അകത്തൊന്നും ഒന്നുമില്ല. എവിടെയോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ചേച്ചി പക്ഷെ മക്കള് സമ്മതിച്ചില്ല, എടുക്കണ്ടെന്ന് പറഞ്ഞ്. ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുവന്ന വീഡിയോസ്, ഒരാളെ വയ്യാതെ കൊണ്ടുപോകുമ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും വേണ്ട. വേണ്ട മരുന്ന് മൊത്തം കളയിക്കരുത്. അസുഖം മാറി അതിന്റെ അഹങ്കാരം തുടങ്ങിയത്. ഇങ്ങോട്ട് കിട്ടിയ നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങളെ തന്നെ മരുന്ന് പെട്ടെന്ന് ചെയ്യുന്ന മതിയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത പരിപാടി എന്നിട്ട് എന്നാണ്ട് നല്ല രീതിക്ക് ഈ മുറിവിലോട്ട്, മുറിവെന്ന് പറയാൻ ഇപ്പം ഇല്ല വലുതായിട്ട്, എന്നാലും ഇങ്ങനെ ഒന്ന് പരട്ടി കൊടുക്കും. പിന്നെ കുഞ്ഞു മുറിവേനെ എൻ്റെ ഇപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അത് പക്ഷെ നല്ല രീതി കുറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ നമുക്കൊന്ന് അവിടെ കൂടെ പരട്ടി കൊടുക്കുക. കാരണം ഇവർ അരയും കഴിയുമ്പോൾ പ്രശ്നമാവില്ല. ഇനി നമ്മളിത് കുഞ്ഞുങ്ങളുടെ മുഖത്തോട്ട് വരാതെ അടിക്കാൻ നോക്കണം. അത് മെയിൻലി നമ്മൾ അടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലാണ്ടത്. ഇതിനകത്തോട്ട് വലിയ മറ്റേ ഈച്ച അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ല. പിന്നെ സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ല്, ഭയങ്കര വീതിയുള്ള മണമാണ്. ഒരാൾ മാത്രം ഇതിനോട് പോട്ടെ നാണ്ട അമ്മയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ കിടത്തി കൊടുക്കേ. പുള്ളി മരുന്ന് പരത്താത്ത ഒരു സമയത്ത് ഇങ്ങനെ വാച്ച് പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പിള്ളേരെ എല്ലാം കൂടെ നിരത്തി കൊടുക്കും. പിള്ളേരെ എത്തി കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ കിട്ടി അടയും കിടക്കും. ഞാൻ പറഞ്ഞുണ്ട് ഇതുപോലെ ഇങ്ങനെ വരും. വലിയ ബുദ്ധിമുട്ടാണ് ഇതുങ്ങളെ കൊണ്ട്. ഇങ്ങനെ നമ്മൾ മരുന്ന് വെട്ടി കൊടുക്കുമ്പോൾ സൂക്ഷം അങ്ങോട്ട് വരും. നിങ്ങൾ പൂച്ചയെ നോക്കുന്നതും നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ
ജസ്റ്റ് ഈ കാണിച്ചാണ്ട് മരുന്ന് തേച്ചാൽ മതി. വെറ്റ്സിനെ കാണിച്ചിട്ടാണ് നമ്മൾ മേടിച്ചതാണ്, അതുകൊണ്ടാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറിനെ കാണിക്കണമെന്ന് ചെയ്യുന്നില്ല. എല്ലാ അബ്സസും സെയിം ആവണമെന്നില്ല. ഇതിപ്പോൾ ഡോക്ടർ അവളുടെ അബ്സസിനകത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ ഒന്നും ഇല്ല, പുഴുവിൻ്റെ ശല്യമൊന്നും ഇല്ല. ഇനിയിപ്പോൾ പോയാലും കുഴപ്പമില്ല, മരുന്ന് ഒരു 5 മിനിറ്റ് നിന്നുകൊണ്ട് അവൾ ഇരിക്കൂല, അവളെ കണ്ട. അതുകൊണ്ടാ അത് മൊത്തം കണ്ട അവിടെ കണ്ട. ഇത് ടൈനി ബേബി കുട്ടി. ഇവള് ഭയങ്കര ശല്യക്കാരി കേട്ടോ. ഇവള് ഭയങ്കര, ഇവള് ആ മരുന്ന് വെട്ടാൻ സമ്മതിക്കാത്തത്. എപ്പം ഞാൻ മരുന്ന് വെട്ടിയാലും അവൾക്ക് പാല് കുടിക്കണം. അതവൾ കുടിക്കുന്നത് ആ മുറിവിൽ നിന്ന്. ഞാൻ ഭയങ്കര പാടായിരുന്നു ഇവളുടെ മുറിവ്. നമ്മളത് ഗർഭിണിയും കൂടെ ആയിരുന്ന സമയവും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയം കൂടെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ പിള്ളേരെ കൊണ്ട്. എന്തൊരു ആരെന്തെങ്കിലും പിടിച്ചോണ്ട് മുമ്പ് സൗണ്ട് മതിയായിരുന്നു. നമുക്ക് അവളുടെ അമ്മ എടുത്തന്നെ വിട്ടിട്ടുണ്ട്. അവിടെ അമ്മ ഉണ്ടാ. ഓക്കേ, അപ്പോൾ ബായ് പറ. പിന്നെ വന്നിട്ട് ചേച്ചി ഞാൻ വൈകിട്ട് നിന്ന് കഴിച്ചിടും കേട്ടോ. കാരണം കിറ്റിക്കിപ്പോൾ മുഴുവൊക്കെ ഉണ്ടാക്കും. വെളി കാണുമ്പോൾ നല്ല ആഗ്രഹമുണ്ട് ആശാട്ടിക്ക്. ചേച്ചി എന്നെ അയച്ചു വിടും, ഓടിക്കൂടി. നമ്മളിപ്പോൾ വിട്ടാൽ നമുക്ക് ചിലപ്പോൾ വിഷമമൊക്കെ തോന്നും ഇവരിങ്ങനെ ഇരിക്കുന്ന നമ്മൾ പുറത്തുവിടാൻ. പക്ഷെ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ആ മുറിവ് മൊത്തം ഇവർക്ക് അറിയില്ല, ഇവരത് മൊത്തം ഇൻഫെക്ഷൻ ആക്കും. എന്തെങ്കിലുമൊക്കെ കടിച്ചും പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് അവരെ നക്കി ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആണ് ഒരു നാക്ക് വന്നിട്ട്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ സീൻ കണ്ടിട്ട് ഇനി പുറത്തിറങ്ങുമ്പോൾ വിസ്കിയോനോ ബാത്തുവിനോടും ടോമിനോടൊക്കെ ഉള്ള എങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല. ഇവളുടെ അമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു ഇവൾ. അതുകൊണ്ട് ഇപ്പം മിട്ടുവിനെ ഞങ്ങൾക്ക് വീഡിയോസിൽ കാണിക്കാൻ പറ്റാത്ത മിട്ടു ഇപ്പോൾ ഇവിടെ അല്ല. മിട്ടു ഇടയ്ക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ വരും. ഇവളെ പേടിച്ച് പുറത്തോട്ട് പോയി. അവളിവിടെ അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും കാണുമ്പോഴൊക്കെ ഫുഡ് കൊടുത്തിട്ട് പോകും. പക്ഷെ അവളങ്ങനെ വരുത്തില്ല ഇങ്ങോട്ട്. ഇവളെ പേടിയാ. സ്വന്തം അമ്മയെ ഓടിച്ചവളായി ഈ കിടക്കുന്നത്. എന്തായാലും നമുക്ക് ഇപ്പം അവളെ മരുന്ന് മൊത്തം കളഞ്ഞു. ആ സാരില്ല, വയറ്റിൽ നിന്ന് അടിച്ചു. ബൈ ബൈ, ടാറ്റ കേട്ടോ. ഫുഡ് കഴിച്ചായിരുന്നു അമ്മയുള്ളു? കുറച്ച് ഞങ്ങളിവിടെ വെച്ച് കൊടുത്തിട്ട് പോകണം. അപ്പോൾ ഒരു കഴിച്ചോളൂ. അപ്പം പിന്നെ കാണാം. മൊത്തം ചുടാൻ പോകും. നമ്മളെപ്പോഴേ ചുട്ട് കഴിയേണ്ടതായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് മിട്ടുവിന് വന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം ഗൈസ്, ഇവിടുത്തെ നാട്ടുകാർ വളരെ മോശമാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുങ്ങളെല്ലാം നോക്കുമ്പോൾ. എനിക്ക് വഴക്കുണ്ടേയും വരും എല്ലാവരുമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വഴക്കിടും. കാരണം അവർ മിക്ക സമയം എൻ്റെ പൂച്ചകൾ ഇവിടെ തന്നെ. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ജസ്റ്റ് അവരൊന്നും പോയി കഴിഞ്ഞാൽ അങ്ങ് അപ്പിടാൻ ചെന്ന് അതായത് പറയും ബഹളമാണ്. അങ്ങനെ പലരുമായിട്ട് എനിക്ക് വഴക്കിടേണ്ടി കൊണ്ടുണ്ട്. കാരണം എൻ്റെ പൂച്ചയെ ആരും ഒരു അക്ഷരം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നിപ്പം മിട്ട് വന്നതായിരുന്നു. മിട്ട് വന്നിട്ട് ഇനി അവൾ വരുമ്പോൾ ഞങ്ങൾ രാത്രി വിളിക്കും. അവിടെ ആ കാണുന്ന ഏരിയയിലായിട്ടായിരുന്നു ഇപ്പം മിട്ട് വന്നത്. പക്ഷെ വന്നെങ്കിലും ഇവിടുത്തെ മറ്റേ പാത്തൂനെ കാണുമ്പോൾ അവൾക്ക് വിസ്കി കിറ്റി ഓർമ്മയായിരുന്നു. അതുകൊണ്ട് അവൾ താഴോട്ട് വന്ന് ഇറങ്ങില്ല. പിന്നെ മതിലിൻ്റെ മണ്ടയ്ക്ക്, അവിടെ മതിലുണ്ടല്ലോ, ആ മതിലിൻ്റെ മണ്ടയ്ക്ക് അവരുടെ ഫീഡിങ് ഉണ്ടല്ലോ, അത് പെടിക്കല്ല, ഒരു മിയാവ് മാതിരി ഇരിക്കുന്നതാണ് ആ ഫുഡ്. അത് സത്യത്തിൽ നമ്മളത് സാധാ നോർമൽ ലൂസ് പോലെ മേടിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്ത് അപ്പോഴാണ് തന്നെ അവളുടെ കയ്യിൽ ഇവിടെ ഒരു ചെറിയ എന്തോ ഒന്ന് പറ്റി മുറിവ് പോലെ ഇരിക്കുന്നു. പിന്നെ അതെല്ലാം മരുന്നൊക്കെ അടിച്ചു കൊടുത്ത് വൈകിട്ട് അപ്പം നമ്മുടെ അപ്പം സൂപ്പർ അപ്പം നല്ല പൂ പോലുള്ള അപ്പമാണ് കേട്ടോ. സോഫ്റ്റാണേ. ഇത് ചുടുന്നത് ഭയങ്കര മിടുക്കി എക്സ്പേർട്ടാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അവിടെ അമ്മയുടെ ചേച്ചിയുടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് അമ്മ ഈ ചുടുന്ന അപ്പം. നല്ല സോഫ്റ്റാണ്. എൻ്റെ പ്രത്യേകത എന്താണ് ഈ സോഫ്റ്റിൻ്റെ? കൈപ്പുണ്യം. നല്ല പഞ്ചസാര ഇട്ട് നല്ല പഞ്ഞി. അപ്പം പച്ചക്ക് ഞാൻ ഇഷ്ടമാണ്. പച്ച ഇട്ടാൽ മരമൊന്നുമില്ലല്ലോ.
എന്തായാലും കിട്ടും. കണ്ടാൽ തന്നെയും കറിയാം സ്പൂൺ ചപ്പുവന്ന്. ഇത് കടലക്കറി, മുട്ടക്കറി, ചിക്കൻ, ബീഫ്, പിന്നെ തോരൻ ചമ്മന്തി ഒക്കെ ഇട്ട് കഴിക്കാനില്ല. പപ്പെല്ലാം ചുരുട്ടെ, ഇത് കഴിക്കാം. ഓക്കെ, ടേസ്റ്റാണ്ട് അപ്പവും കടലക്കറി ഇട്ട് കഴിക്കാൻ പോകുന്നത്. ചൂടപ്പം, ചൂട് കടലക്കറി. അപ്പം അപ്പവും കടലക്കറി കഴിക്കുകയാണ്. അപ്പം ഞങ്ങളിത് പോയി ഇന്ന് നല്ല സമാധാനപൂർവ്വം നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കട്ടെ. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വീഡിയോസിലൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.